ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് പറഞ്ഞു തുടങ്ങേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും ആദ്യമേ ഒരു കാര്യം പറയാം. ഞാൻ ഈ റിവ്യൂ പറഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ താഴെ കമന്റ് ആയിട്ട് ഒരുപാട് തെറി ഞാൻ കേൾക്കേണ്ടി വരും. അതെനിക്ക് ഉറപ്പാണ്. അതിൽ എനിക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല. പറയാനുള്ളത്, നിങ്ങൾ ഒന്നുകിൽ ഇങ്ങനെയുള്ള കമന്റുകൾ ഇടുന്നതിന് മുമ്പ് സിനിമ ആദ്യം പോയി കാണുക. എന്നിട്ട് നിങ്ങൾ ശരിക്കും സത്യാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം വന്നിട്ട് കമന്റ് ഇടുക. അല്ല, നിങ്ങൾ ആദ്യമേ ഈ ഒരു ആവേശത്തിൽ കമന്റ് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുശേഷം സിനിമ പോയി കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലാകുമ്പോൾ വന്നിട്ട് ആ കമന്റ് തിരുത്തുക. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യണം. സെയിം ആസ് എ വിജയ് ഫാൻ, ഞാനൊരു വിജയ് ഫാനാണ്. എനിക്ക് ആ രീതിയിൽ എനിക്കിതൊരു ഓക്കെ ഫീൽ തന്നിട്ടുള്ള സിനിമയാണ്. ഇനി ഭയങ്കരമായിട്ടുള്ള കട്ട വിജയ് ആരാധകനാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു എബോ ആവറേജ് ഫീൽ കിട്ടിയേക്കാം. അപ്പോഴും ഒരു എബോ ആവറേജ് ഫീലാണ് നിങ്ങൾക്ക് കിട്ടുക. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്ക്, ഒരു വിജയ് ഫാൻ ആണെന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളൊരു റിവ്യൂ ചെയ്യുമ്പോൾ അതിൽ സത്യസന്ധനായിട്ടിരിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ യഥാർത്ഥമായിട്ടുള്ള റിവ്യൂയിലേക്ക് നമുക്ക് കടക്കാം. എനിക്ക് തോന്നുന്നു പോസിറ്റീവ് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. കുറച്ച് പോസിറ്റീവ്സ് ആദ്യം തന്നെ എടുത്ത് പറയേണ്ടതുണ്ട്. അല്ല, ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത്, ഇതിലെ നിങ്ങളൊക്കെ ഞാനടക്കമുള്ള ആളുകൾ സ്പാർക്ക് എന്ന് പറഞ്ഞ ഇതിലെ പാട്ട് കണ്ടതിന് ശേഷം, അതിലെ വിജയുടെ ലുക്ക് കണ്ടതിന് ശേഷം ഡി ഏജിങ് ചെയ്തിട്ടുള്ള ലുക്ക് ഉണ്ടല്ലോ, യങ് വിജയ്, അതിനെ നമ്മൾ അമൽ ഡേവിസ് ആയിട്ട് കണക്ട് ചെയ്യും. ട്രോളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാനും ഈ നമ്മുടെ ചാനലിൽ അതിന്റെ ട്രോൾ വീഡിയോ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. ആ ഡി ഏജിങ് ചെയ്തിട്ടുള്ള ആ ക്യാരക്ടർ, അതിനാണ് ഇതിലെ ഒന്നാമത്തെ പോസിറ്റീവ്. ഗംഭീരമായിട്ടുള്ള ക്യാരക്ടറാണ്. ഗംഭീരമായിട്ടുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ കണ്ടിട്ടുള്ള വിജയിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള, എന്നാൽ വിജയുടെ കുറച്ച് മാനറിസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ക്യാരക്ടർ വൈസ് അതിന്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ടും ഒക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു, എന്താ പറയാ, ഈ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ക്യാരക്ടറാണ് യങ് വിജയുടെ ഡി ഏജിങ് ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടർ. വളരെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിലെ ഒന്നാമത്തെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ട്, ഇതിന്റെ തുടക്കം ഇവർ ചെയ്തിരിക്കുന്ന കുറച്ച് സംഭവമുണ്ട്. അതൊരു ഹോളിവുഡ് സ്റ്റൈൽ മേക്കിങ്ങിലേക്ക് കൊണ്ടുവന്ന് അവർ ആ തുടക്കത്തിലുള്ള കുറച്ച് സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മൂന്ന്, ഇതിലെ ചില ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ചിലത് പറയുമ്പോൾ എല്ലാം ഞാൻ ഉൾപ്പെടുത്തുന്നില്ല, ഒന്നൊഴികെ ബാക്കി എല്ലാ ഫൈറ്റും അടിപൊളിയായിരുന്നു. അതിൽ എസ്പെഷ്യലി നമ്മൾ എടുത്തു പറയേണ്ടത്, ഇതിന്റെ ഫസ്റ്റ് ഹാഫ് പഞ്ച് അവർ കൊണ്ട് നിർത്തിയിരിക്കുന്ന ആ സമയത്തുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള, അതായത് ഒരു ഒരു മെട്രോ ട്രെയിനിൽ വെച്ച് നടക്കുന്ന ഒരു സംഭവമാണ്. വിജയിനൊക്കെ ഇട്ട അലക്കാണ്. അമ്മ അതിലൊരു കിടിലം ഫൈറ്റ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു മേക്ക് ചെയ്യുന്നുള്ളത്. ആ ഫൈറ്റ് ഗംഭീരമായിരുന്നു. പിന്നെ ഇതിലെ വിജയുടെ ഡാൻസ് പെർഫോമൻസ് അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. കുറെ സ്ഥലങ്ങളിൽ ഭയങ്കര എനർജി ഉണ്ട്. ആ എനർജി ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എസ്പെഷ്യലി ഈ മാട്ട സോങ് ഒക്കെ നമ്മൾ കാണുന്ന സമയത്ത് ആ ഡിസൈൻ ചെയ്തിട്ടുള്ള ക്യാരക്ടറിന്റെ ഡാൻസ് ഒക്കെ ഭയങ്കരമായിരുന്നു. പിന്നെ ഇതിൽ സൂപ്പറായിട്ട് വന്നിട്ടുള്ള നമ്മുടെ സ്നേഹയുടെ ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ്. മാത്രമല്ല ഭയങ്കര ഭംഗിയുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റ് സിനിമകളിൽ കാണുന്നതിനേക്കാൾ ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ ക്യാരക്ടറും വളരെ രസമായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് പ്രശാന്തിന്റെ ക്യാരക്ടർ, ഒരു സ്ക്രീൻ പ്രസൻസും പുള്ളിക്കാരന്റെ അഭിനയവും ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഇതല്ലാതെ കുറെ സ്ഥലങ്ങളിൽ ചില സംഭവങ്ങൾ രസമായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് കൊള്ളാം. പിന്നെ ഇതിൽ കുറച്ച് ക്യാമിയോസ് ഉണ്ട്. അത് ആരൊക്കെയാന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും അല്ലാത്തതുമായിട്ടുള്ള കുറച്ച് ക്യാമിയോസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 2, 3, 4 ക്യാമിയോസ് ഉണ്ട് മൊത്തത്തിൽ. ആ 4ഉം ഭയങ്കര രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ വളരെ നന്നായിട്ട് അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കഴിഞ്ഞാൽ, ഇതൊക്കെ ഞാൻ പറയുന്നത് ചെറിയ ചെറിയ സംഭവങ്ങളാട്ടോ. അത് മൊത്തം കഥയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല. ഇതൊക്കെ അവർ ചെയ്തിരിക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. മേക്കിങ്ങിലും പ്രസന്റേഷനിലൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതൊഴിച്ചു നിർത്തിയാൽ സിനിമ, സോറി ടു സേ, അട്ടർ ഫ്ലോപ്പാണ്. അട്ടർ ഫ്ലോപ്പ്. കാരണം വെങ്കട് പ്രഭു എന്താ ചെയ്തതെന്ന് ഒരു പക്ഷേ പുള്ളിക്കാരൻ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ വേറെ ഒരാൾക്കും പിടി കിട്ടിയിട്ടില്ല. ഇതിന്റെ ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ടായിരുന്നു, ആദ്യം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ചെയ്തിരുന്നത്. പിന്നീട് വിജയുടെ ഇഷ്ടപ്രകാരം വിജയ് പറഞ്ഞതിന് ശേഷം കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കിയെന്ന്. സത്യം പറയില്ല, ഇപ്പൊ തന്നെ നമുക്ക് 3 മണിക്കൂർ സിനിമ കണ്ടു കഴിഞ്ഞിട്ടും നമ്മൾ പുറത്തിറങ്ങി ചിന്തിച്ചു കഴിഞ്ഞാലും എന്താണ് ഇവർ കാണിച്ചു വെച്ചേക്കണെന്ന് ഒരു പിടിയും കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പൊ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയി ചെയ്തിരുന്നുണ്ടെങ്കിൽ എനിക്ക് അഭിനയിക്കുന്ന ആൾക്ക് പോലും സംഭവം എന്താ മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പൊ തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടോ ഡൗട്ടാണ്. അപ്പോൾ അത്രയും ഒരു ഒരു വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് ഇവർ ചെയ്തേക്കണത് എന്നുള്ളത് ഇവർക്ക് തന്നെ ഒരു പിടി കിട്ടാത്ത അവസ്ഥ. പിന്നെ എങ്ങനെ പ്രേക്ഷകന് കൂടി കിട്ടും? അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട്. സ്ക്രിപ്റ്റ് ആണ് ഇതിൽ ഏറ്റവും മോശം. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമ്മൾ എത്രയോ തവണ ഈ സാധനം കണ്ടു.
അതെന്നെ വീണ്ടും 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 കൊണ്ടുവന്നിട്ട്, എന്നാൽ അതിലെന്തെങ്കിലും പ്രത്യേകതകൾ വരുത്തിയിട്ട് ഇവർക്ക് അത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നു. ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും തുനിയാതെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ആദ്യത്തെ ആ ഒരു ഫൈറ്റ് കഴിഞ്ഞ് ഒരു പാട്ടുണ്ട്. ആ പാട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങോട്ടാണ് ഇതിന്റെ പോക്ക് എന്നുള്ളത്. കാരണം യങ് ആയിട്ടുള്ള വിജയനെ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം ഇയാൾ ആരാണ്, ഇയാളിന് എന്തായിരിക്കും സംഭവിക്കുക. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ ഓരോ സീൻ ബൈ സീൻ കഴിയുമ്പോഴും ഇത് ഇന്നതാണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് തോന്നുന്നൊരു ഇറിറ്റേഷൻ ഉണ്ട് ഇങ്ങനെ സെയിം വഴിയിൽ തന്നെ പോകുമ്പോൾ. കാരണം നമ്മൾ വെങ്കട് പ്രഭു സിനിമ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് ഒത്തുയർന്നില്ലെങ്കിലും അതിനോടൊരു നീതി പുലർത്തുന്ന രീതിയിലെങ്കിലും വരണമായിരുന്നു. അതില്ല. എനിക്ക് തോന്നുന്നു വെങ്കട് പ്രഭു വളരെ മോശമായിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. എഴുത്തിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വെങ്കട് പ്രഭുവിനെ കാണാം എന്ന് പുള്ളിക്കാരൻ പറയാം. അത് കറക്റ്റാണ്. വളരെ മോശമായിട്ടുള്ള ഒരു വെങ്കട് പ്രഭുവിനെ എഴുത്തിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു മോശം സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ക്ലൈമാക്സ് ഒക്കെ വളരെ മോശമായിരുന്നു. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. വെറുതെ കുറച്ച് ആളുകളെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറെ സംഭവങ്ങൾ വെറുതെ വലിച്ചു വാരി ഒരു വളരെ ലാഗ് അടിപ്പിക്കുന്ന വലിച്ചു നീട്ടുന്ന ഒരു ക്ലൈമാക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ക്ലൈമാക്സിന് ശേഷം ഒരു ഡബിൾ ക്ലൈമാക്സ് എന്ന രീതിയിൽ ലാസ്റ്റ് ഒരു സാധനം, അതായത് ആട് 2 വരാൻ സാധ്യതയുണ്ടെന്ന രീതിയിലൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതില് ചിന്ന ചിന്ന കൺകൾ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സോങ് ആയിരുന്നു. ആ സോങ്ങിന്റെ സീനില് വേറൊരു ബീറ്റും സാധനമൊക്കെ കുത്തിനിറച്ച് എന്തോ കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുമ്പോൾ നമ്മള് വീഡിയോയില് നമുക്ക് ഒരു സോങ് നമ്മൾ എന്തെങ്കിലും വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിന് കോപ്പിറൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്ത് വേറെ സോങ് ഇടും. സെയിം പ്രോസസ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. ചിന്ന ചിന്ന കണ്ടൽ എന്ന് പറഞ്ഞ സോങ്ങിലെ സെയിം വിഷ്വൽസും അവിടെ പാട്ട് വേറെയും. അപ്പൊ ആ ഒരു അരോചകത്വം ഉണ്ടല്ലോ, രണ്ടും തമ്മിൽ മാച്ച് ആവാതെ വരുമ്പോഴൊരു അത് ഭയങ്കരമായിട്ട് നമുക്കൊരു മനസ്സിലാവണ്ട ഒരു എന്താ പറയാ ഭയങ്കര കല്ലുകടി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മൊത്തത്തിൽ പറഞ്ഞാൽ സംഭവം ഇത് സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്റർടൈൻമെന്റ് കീഴിലെ റഹ്ഫാത്താണ് ഇത് പറഞ്ഞത്. പുള്ളിക്കാരൻ പറഞ്ഞ ഡയലോഗ് കറക്റ്റ്. അത് സംഭവം ബിരിയാണിയാണ്, പക്ഷെ വിളമ്പിയത് കുളമ്പിലായി പോയി. ഈ ഒരു സംഭവം കറക്റ്റാണ്. എന്തായാലും തെറി പറയേണ്ടവർ തെറി പറയുക. ഞാൻ പറഞ്ഞ പോലെ പറ്റുമെങ്കിൽ സിനിമ കണ്ടതിന് ശേഷം കമന്റ് മാറ്റാൻ കഴിയുമെങ്കിൽ മാറ്റി നല്ല കമന്റ് ആക്കുക. ഓൾ ദ ബെസ്റ്റ്. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ.